ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് അനുമോളുടെ ഒരു വിജയം തന്നെയാണ്. ഞാൻ പറയാൻ വരുന്നത് ജിസേലിന്റെയും ആര്യന്റെയും കാര്യമാണ്. പുതപ്പിനടിയിൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നുള്ളൊരു പ്രസ്താവന അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ എന്താണ് ഈ കാണാൻ പാടില്ലാത്തത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഏറ്റവും മോശമായിട്ട്, അല്ലെങ്കിൽ അനുമോള് പറഞ്ഞതിലെ ഒരു തെറ്റെന്ന് പറയുന്നത് അവിടെയാണ്. പിന്നീട് അത് പലതവണ ആവർത്തിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ, അതൊരു വിചാരണ നടത്തിയപ്പോൾ അതിന്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സെയിം മസ്താനിയായിരുന്നു. അതായത് മസ്താനിയും ജിഷിനുമാണ് അനുമോൾക്ക് ഈ ഒരു കാര്യം ഇട്ടുകൊടുത്ത് ഇത്രയും വലിയൊരു കാര്യമാക്കി മാറ്റിയത്. എന്നാൽ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു ഗതികേട് കൊണ്ട് അനുമോൾ അവിടെ പിടിച്ചു തന്നെ നിന്നു. പക്ഷേ ഒട്ടും യോജിക്കാൻ പറ്റത്തില്ലായിരുന്നു. അനുമോൾ ആ ചെയ്തതായിരുന്നു ഞാൻ ആദ്യമായിട്ട് അനുമോളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ഒരു വീഡിയോസ്. അങ്ങോട്ട് അടുപ്പിച്ച് പിന്നെ അനുമോളെ ഞാൻ കുറ്റം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വിധിച്ചവരുണ്ടല്ലോ, അനുമോളെ അവിടെ കൂട്ടവിചാരണ നടത്തിയ എല്ലാവരും ഇന്നതേ ലാലേട്ടന്റെ മുന്നിൽ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. അന്ന് വിചാരണ നടത്തി എന്തോ വലിയ ഹീറോയിസം കാണിച്ച ഒരാളുണ്ടായിരുന്നു, അക്ബർ. ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചപ്പോൾ ഇറങ്ങിപ്പോയത് ഒരാളെ ഉള്ളൂ, അത് അക്ബറാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞെടുത്ത് ഇന്ന് ലാലേട്ടൻ എടുത്തു ചോദിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു ഒപ്പീനിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആര്യന്റെയും ജിസേലിന്റെയും കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടും രണ്ട് വിഷയമാണ്. പക്ഷെ നെവിനും ലക്ഷ്മിയും അതിനെ സത്യം പറഞ്ഞാൽ വീണ്ടും അത് അനുമോളുടെ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടു. അതുപോലെയാണ് എന്ന് ആക്കി തീർത്തിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ തന്നെയാണ് അനുമോളും അവിടെ ഉദ്ദേശിച്ചത്. അവർ തമ്മിലുള്ളത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, അതുക്കും മുകളിലേക്ക് അവരുടെ ഒരു കാര്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു സൂചന അവിടെ അനുമോൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, അവരിനി ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചതാണെങ്കിലും അതൊരു ലവ് ട്രാക്കിൽ എത്തിച്ചാലും ആ ട്രാക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ഇഷ്ടപ്പെടാത്തവരുണ്ടാകും, അതിനെ വിമർശിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാകും. അതെല്ലാ സീസണിലും ഉള്ള കാര്യമാണ്. അത് നമുക്ക് ഇന്ന ആള് സപ്പോർട്ട് ചെയ്തു, ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവ്സ് വരുന്നവരുണ്ടായിരിക്കും, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് പറയുന്നവരും ഉണ്ടായിരിക്കും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ ബിന്നി, ഒന്നീല്, അഭി ഇവരെ മൂന്നുപേരെയും വിളിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ക്ലിപ്പിംഗ്സ് എല്ലാം കാണിച്ചിട്ട് ബിന്നിയെ അധികം കൊണ്ട് നാറ്റിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ബിന്നി അത് പറയുന്നത് അധികം കാണിച്ചിട്ടുമില്ല. എന്നാൽ അഭി എടുത്ത് പറയുന്ന കാര്യങ്ങൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു കാര്യം അവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്രയും പേര് മാത്രമുള്ള ഇടത്ത് അവിടെ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്നുള്ളത് നോർമൽ കാര്യമാണ്. അത്തരത്തിൽ ഒരു സംസാരമായിരുന്നു അന്ന് അനുമോളും നടത്തിയത്. പിന്നെ പുതപ്പിനുള്ളിൽ എന്താണ് എന്നുള്ളത് കണ്ടു എന്ന് പറഞ്ഞ് അവർ കിസ് ചെയ്യുന്നു എന്നുള്ളത് അനുമോൾ അവിടെ പ്രസ്താവിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ വിഷയം. പക്ഷെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ അവര് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ലാലേട്ടൻ ഇവര് അവിടെ ഇവിടെ ഇരുന്ന് സംസാരിച്ച് ബിഗ് ബോസ് വീട്ടിനകത്തൊരു വലിയ വഴക്കുണ്ടാകാത്ത ഒരു കാര്യം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചു? അതിന് കാരണമുണ്ട്. ജിസേലും ആര്യനും സത്യം പറഞ്ഞാൽ ഇപ്പം വന്നത് എന്തിനാണെന്ന് പോലും മറന്നുപോയി. ആ ഒരു വിഷയം അതിപ്പം ഇങ്ങനെ ഉന്നയിക്കേണ്ട അവസ്ഥയിലേക്കും, അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്തുവാണ്, പ്രണയമാണോ, ഇവർ തമ്മിൽ ലവ് ട്രാക്ക് എടുക്കുകയാണോ, ഇവരെന്താണ് സത്യത്തെ അവിടെ ചെയ്യുന്നത് എന്ന നിലയിലേക്ക്, നിലവാരത്തിലേക്ക് അവരുടെ ആ ഒരു വിചാരണ എത്തിയതിൽ എന്തൊക്കെയാണെങ്കിലും ശരി അനുമോൾ ഫാൻസിന് ആഘോഷിക്കാം. കാരണം എന്ന് വെച്ചാൽ അനുമോളെ അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇവരെയും കുറ്റം പറയണം, ഉറപ്പായിട്ടും കുറ്റം പറയണം. അത് നെവിൻ ആ ഒരു അനുമോളുടെ കാര്യത്തിന്റെ അതിന്റെ ബാക്കിയായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് കാണുന്നവന്റെ കണ്ണിലാണ് കുരു എങ്കിൽ ഇവരുടെ ഒക്കെ കണ്ണിൽ ആ കുരു ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്ന നമ്മളടക്കമുള്ള ഇപ്പൊ ഈ ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും കണ്ണിലും ആ കുരു ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. കാരണം ഇതൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ എവിടെ കുട പിടിച്ചിരുന്നാലും അതിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ എന്തായാലും ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നതും. അപ്പോൾ ആ കൊട പിടിച്ചിരിക്കുന്ന സമയത്ത് അത് വിചാരണ ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് സൊസൈറ്റി. അപ്പൊ ഏതായാലും ശരി, ഇന്ന് ലാലേട്ടനെ എടുത്തെടുത്ത് എല്ലാവരോടും ചോദിച്ചു. അവിടെ എല്ലാവരോടും ചോദിക്കുമ്പോൾ പലരും അവിടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇത് ലാലേട്ടൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി അവിടെ നിന്നിട്ട് കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഇതേ വിചാരണ പലയിടത്തും നടത്തിയതാണ്. വെറും ഡബിൾ സ്റ്റാൻഡാണ് കാണിച്ചത്. ആ ലക്ഷ്മി ആ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചപ്പോൾ ഷാനവാസ് തൊട്ടടുത്ത് നിമിഷം അത് പറയുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റത്തില്ല, കാരണം ലക്ഷ്മി ഉൾപ്പെടെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ മാറ്റി പറയുന്നത്? ഇപ്പം ജിസേലും ആര്യനും തമ്മിലുള്ള ഇപ്പോഴത്തെ ആ ഒരു ബന്ധം ഇതങ്ങ് ഭയങ്കര പവിത്രമാക്കിയത് എന്തർത്ഥത്തിലാണ്? ഈ പറയുന്ന ലക്ഷ്മിയുടെ കണ്ണിലും ആ കുരു ഉണ്ട്.
ആ കുരു പൊട്ടിയിട്ടൊക്കെ തന്നെയാണ് അവിടെ എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ പോകുന്നെങ്കിൽ ആ വഴിക്ക് പോകട്ടെ. പക്ഷെ ഒനീലും അബിയും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ആര് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു നല്ല പ്ലെയർ ആണ്, പക്ഷെ ജിസേലിന്റെ ഒരു ഷാഡോ ആയിട്ട് മാറി എന്നുള്ള കാര്യത്തിലാണ്. അതൊരു പ്രശ്നമായിട്ടാണ് ഒനീലും അബിയും അവിടെ സംസാരിച്ചത്. ബിന്നി ഉൾപ്പെടെ ആ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അവിടെ ആ ഡിസ്കഷനിലേക്ക് വരണമെങ്കിൽ, അവരത് സംസാരിക്കണമെങ്കിൽ, ഈ പറയുന്ന അക്ബർ, ദ ഹീറോ ഓഫ് ബിഗ് ബോസ് എന്ന് പറയുന്ന അക്ബർ വരെ ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് സത്യമായിട്ടും അങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട്. നിങ്ങൾ ഈ ഒനീലും അബിയും പറഞ്ഞത് കൊണ്ട് പറയല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം ഇവിടെ ചെയ്തിട്ടില്ല. അതായത് ലാസ്റ്റ് ടൈം ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളായിരുന്നു, ജിസേലെ കളി മറന്നു, പക്ഷെ ആര്യൻ കളി പഠിക്കുന്നുണ്ട്, ആര്യൻ കളിച്ചു മുന്നേറുന്നുണ്ട്. ജിസേല് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലോയാണ്. ജിസേല് ലോ ആയപ്പോഴത്തേക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ മനഃപൂർവ്വം ലാലേട്ടൻ ഇതെടുത്ത് ഇട്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ജിസേൽ എന്തായാലും ഭയങ്കര ലോയാണ്, ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ജിസേലിന്റെ ഒരു പക്ഷം നമുക്ക് നോക്കാം. ജിസേൽ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഷാനവാസ്, അക്ബർ, ആര്യൻ മാത്രമേ അതിനകത്ത് വീണിട്ടുള്ളൂ. ഒനീല് വന്ന സമയത്ത് ജിസേലിന്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഒരുമാതിരി എന്താ പറയാ, ചക്കരയും അടയും പോലെ രണ്ടുപേരും ഒട്ടി നടക്കുമായിരുന്നു. അത് ജിസേൽ ആര്യന്റെ അടുത്ത് തൊട്ടാൻ പോകുമ്പോൾ ഒനീല് ജിസേലിന്റെ അടുത്ത് തൊട്ടാൻ പോകുമായിരുന്നു. പക്ഷെ ഇവർക്ക് മനസ്സിലായി ജിസേല് ആര്യന്റെ അടുത്ത് മാത്രമാണ് ആ സ്നേഹം കാണിക്കുന്നത്, നമുക്ക് ആ സ്നേഹം തരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഒനീല് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്. കാരണം ഒനീല് ജിസേലിന്റെ കൂടെ നന്നായിട്ട് ചുറ്റിക്കറങ്ങി നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതൊന്നും ഈ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് കൊണ്ട് ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ നടന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും ശരി, ഇത് ലാലേട്ടൻ എഗെയിൻ ഇങ്ങനൊരു ടോക്കിലേക്ക് എത്തിച്ചത് ജിസേൽ എല്ലാവരുടെ അടുത്തും, ഈ എസ്പെഷ്യലി ബോയ്സിന്റെ അടുത്ത്, അതുകൊണ്ടാണല്ലോ അനുമോൾ അന്ന് മൊണ്ണകൾ എന്ന് വിളിച്ചത്. ഈ പറയുന്ന മൊണ്ണ ടീമിലേക്ക് എല്ലാ ആണുങ്ങളെയും കൊണ്ടുവരാൻ ജിസേൽ ശ്രമിച്ചിട്ടുണ്ട്. ആര്യനൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തു പോയത് കൊണ്ടാണ് അവരെല്ലാവരും എസ്കേപ്പ് ആയതാണ്, അവർ രക്ഷപ്പെട്ടതാണ്. സത്യം പറയാലോ, അവർ രക്ഷപ്പെട്ടതാണ്. പക്ഷെ ആര്യനാണെങ്കിൽ ജിസേലിന്റെ ആ സൗഹൃദത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടും ഡിവൈൻ ആയിട്ടും കണ്ടുകൊണ്ട് ആര്യനും ജിസേലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബാലോകരൊക്കെ നല്ലോണം വാഴ്ത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കിയിട്ടായിരിക്കത്തില്ല. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ജിസേലിനെ ട്രൂ ആയിട്ടായിരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ടായിരിക്കാം. കാരണം ആര്യന് പുറത്ത് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. ആര്യൻ ശരിക്കും ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹം, ആ ഒരു ഐ ലവ് യു എന്ന് പറയുന്നതിനകത്ത് പ്രണയം, ലവ് മാത്രമല്ല, ലസ്റ്റ് മാത്രമല്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. അത് ആര്യൻ. പക്ഷെ ജിസേൽ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ജിസേൽ ശരിക്കും പറഞ്ഞാൽ ജിസേലിന് കുറച്ച് ശിങ്കിടികളെ വേണം. അത് തന്നെയാണ് ജിസേൽ, അത് അങ്ങനെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ പുറത്ത് നടക്കുന്ന ഇവരുടെ ക്യാരക്ടറിനെ ഇവിടെ വെച്ചിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, ജിസേൽ അങ്ങനെ ചെറിയൊരു കക്ഷിയൊന്നും അല്ല. ആളുടെ ക്യാരക്ടർ ഈ കൊഞ്ചലുള്ള ഈ ഒരു ക്യാരക്ടറും അല്ല, അതൊക്കെ അഭിനയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ജിസേൽ ഉണ്ടാക്കിയെടുത്തതാണ് അവിടെ. അങ്ങനെ ഒരു ഹ്യൂമാനിറ്റി പേഴ്സൺ എന്നൊന്നും പറയാൻ ജിസേലിനെ നല്ല ആരെയും അങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ അവിടെ ആ ഒരു സംസാരത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഫുഡ് കൊടുത്ത് എല്ലാവരെയും തൻ്റെ പക്ഷത്താക്കി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ തന്നെയായിരുന്നു അനുമോൾ ആദ്യം പറഞ്ഞത്. സോ അനുമോൾ അന്ന് ആ പറഞ്ഞതിനെ ഇപ്പോ മറ്റൊരു ലെവലിലേക്ക് സംസാരിക്കാൻ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയല്ലോ. ഇനി ഇതിനെക്കുറിച്ച് അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ആ സംസാരം ഉണ്ടായതിനു ശേഷം ഞാൻ നോക്കിയിട്ടില്ല ലാലേട്ടാ, അത് മതി, അനുമോൾ അടിപൊളി, അത്രേ ഉള്ളൂ, അതിനകത്ത് ഒന്നും പറയാനില്ല. സോ എന്തായാലും ശരി, ഇന്നത്തെ ആ ഒരു ഒറ്റ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് അനുമോൾ മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ഏതായാലും പ്രൊമോ എന്ന് പറയുന്നത് പ്രോമിസ് അല്ല. അതുപോലെ തന്നെ അനുമോളോടുള്ള ഒരു ദേഷ്യം, അല്ലെങ്കിൽ അനുമോളോട് മാത്രമാണ് അങ്ങനെ അക്ബറാണ് സൂപ്പറായിട്ട് ഇവിടെ ബിഗ് ബോസ് കാണിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ ദിവസം ഞാൻ മാറ്റി പറയുകയാണ്. ഇല്ല, അങ്ങനെയല്ല. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഐ ലവ് യു എന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ അനുമോളോട് പറഞ്ഞു. അനുമോൾ എണീറ്റ് നിന്നപ്പോൾ തന്നെ ഓ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാലേട്ടൻ അനുമോളോട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഈ കമന്റ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇവർ വായിക്കുന്നുണ്ടല്ലോ, ഈ പറയുന്ന കമന്റ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് തന്നെയാണ് ചിലപ്പം ലാലേട്ടനും അതുപോലെ തന്നെ ആ ഒരു ക്രൂവും ഈ പറയുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ചോദിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് മുമ്പേ ഈ ഒരു 10 പോയിന്റ് ലാലേട്ടൻ ചോദിക്കുമോ എന്ന് ചോദിച്ചു. അതിൽ 5 പോയിന്റും ലാലേട്ടൻ ചോദിച്ചു. ചോദിക്കാത്തത് ഷാനവാസിന്റെയും നെവിന്റെയും കാര്യം മാത്രമായിരുന്നു. അത് ചോദിക്കാൻ നിലവാരമില്ല, ആ ഒരു കാർഡ് കീറി കളഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് കളയുകയാണ് ചെയ്തത്, മനഃപൂർവ്വം അതെടുത്ത് കളയുകയാണ് ചെയ്തത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഹെൽത്തി കമന്റ്സ് ആയിരിക്കണം കേട്ടോ. എസ്പെഷ്യലി ഞാൻ പറയുകയാണ്, ഇപ്പൊ ഇതിന്റെ പേരിൽ പോലും ജിസേലിനെ അങ്ങേയറ്റം ബുള്ളി ചെയ്യാൻ ഇറങ്ങി തിരിക്കരുത്.
ഇപ്പൊ റെനയൊക്കെ പുറത്തു പോയിട്ട് തന്നെ റെന ഒരു മറ്റേ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെനയുടെ പേരും വെച്ച് എന്തെങ്കിലും വീഡിയോ ഇട്ട ആ വീഡിയോ റീച്ച് ആകും എന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതുങ്ങളുടെയൊക്കെ ജീവിതം നശിപ്പിക്കരുത്. 19 വയസ്സുള്ള പെങ്കൊച്ചാണ് ഈ റെന. ഞാൻ റെനയുടെ കാര്യം പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. ഒരാളുടെയും അനാവശ്യമായിട്ട് അവരുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞൊരു ബുള്ളിങ് നടത്തരുത്. ഇപ്പൊ അനുമോളുടെയും ജീവനുമായിട്ടുള്ള റിലേഷന്റെ പേരും പറഞ്ഞ് കുറേ വീഡിയോസ് വരുന്നുണ്ട്. ജീവൻ ഇന്റർവ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടും മൾട്ടിപ്പിൾ ആയിട്ടും അത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങളത് കണ്ട് നിങ്ങളത് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അത് വെച്ചിട്ട് ജീവിക്കുന്നവർ അത് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാന്യമായിട്ട് ഒരു കാര്യം പറഞ്ഞ് അതിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക. ചുമ്മാ വെറും അങ്ങ് നാശം ഉണ്ടാക്കരുത്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ ഫാൻസ് നിങ്ങൾ എന്തായാലും കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരോട് തന്നെ പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ലാലേട്ടന് അനുമോളോട് പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ല. മേ ബി ഒരു സിനിമയിൽ മിക്കവാറും ലാലേട്ടന്റെ ഒരു മകളായിട്ട് ഭാര്യയായിട്ട് എന്തായാലും നമ്മൾ നോക്കണ്ട. കാരണം അങ്ങേയറ്റം കൊച്ചുകുട്ടിയാണ് ലാലേട്ടന്റെ കണ്ണിൽ അനുമോൾ എന്ന് പറയുന്നത്. ഏതായാലും ഒരു നല്ല അവസരമൊക്കെ അനുമോൾക്ക് കിട്ടട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ പറയുന്ന ജിസേൽ ആര്യൻ വിഷയം നിങ്ങൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ആഴ്ച ലാലേട്ടൻ അത് എടുത്തുകൊണ്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയത്. ആ ഒരു പ്രൊമോ പോലും ഇല്ലായിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. സോ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ പോയി വരാം. ബൈ.